യെസ്, ന്യൂസ് മോർണിംഗിലേക്ക് തിരികെ എത്താം. ഇനി നമ്മൾ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലേക്കാണ്. ഇപ്പോൾ വലിയ എന്താ പറയാ, കഴിഞ്ഞ ദിവസം പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോയിരുന്നു. പ്രതിപക്ഷം നേരത്തെ തന്നെ ഉയർത്തുന്നത് ഏതോ കോടീശ്വരന് ഈ സ്വർണം വിറ്റിട്ടുണ്ട്, അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾ സ്വന്തമാക്കിയ വലിയ തട്ടിപ്പാണ് ഇതിൽ നടന്നിരിക്കുന്നതെന്നാണ്. രമേശ് ചെന്നിത്തല മൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ED അപേക്ഷ നൽകിയിരിക്കുന്നത്. എതിർപ്പ് രേഖാമൂലം അറിയിക്കാൻ സാവകാശം വേണമെന്ന SIT ആവശ്യം പരിഗണിച്ചാണ് കഴിഞ്ഞ തവണ കേസ് മാറ്റിയത്. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് ED SIT രജിസ്റ്റർ ചെയ്ത FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചു. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് കൂടുതൽ മാനങ്ങളുണ്ടോ, കണ്ടതിനും മുകളിലേക്ക് ഈ സ്വർണ്ണ കവർച്ച കേസിലെ കാര്യങ്ങൾ പോകുമോ എന്നതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. ഇങ്ങനെയാണ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തത്. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം PS പ്രശാന്തിനെയും അതുപോലെ തന്നെ ആ സമയത്തുള്ള ബോർഡ് അംഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്യണം എന്നുള്ളൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ SIT കടന്നിരിക്കുന്നത്. സനിസ ശോഭാ ചന്ദ്രൻ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നു. സനിസ, ഇപ്പോൾ ED കളത്തിലേക്ക് എത്തുന്നു, ED രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ EDയുടെ ഒരു എൻട്രിയെ നമ്മൾ എങ്ങനെയാണ് ഈ കേസിൽ കാണേണ്ടത്? എന്താണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ പുരോഗതി? സൈഫുദ്ദീൻ, അമൃത, നിലവിൽ ED കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പണമിടപാടുകളിലാണ് ED അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ മുൻപേ തന്നെ ED ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT നടത്തിവരുന്ന അന്വേഷണത്തിന്റെ FIR-ഉം അതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടും ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അത് SIT രേഖാമൂലം ഇത് എതിർക്കാനുള്ള സാവകാശം നൽകണമെന്ന് അപേക്ഷിച്ചതോടെ അത് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഈ കേസ് പരിഗണിക്കും. EDയുടെ വാദം ഇതിലെ തെളിവുകളൊന്നും ഇതുവരെ SIT അന്വേഷിച്ച അല്ലെങ്കിൽ മൊഴിയെടുത്ത റിമാൻഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ FIR അടക്കമുള്ള കാര്യങ്ങളിലെ വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ SIT ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ഇത്തരത്തിൽ ഈ EDക്ക് ഈ രേഖകൾ കൈമാറിയാൽ അത് പരസ്യമാകാനുള്ള സാധ്യതയുണ്ട്. രഹസ്യ സ്വഭാവത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്, അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് SITയുടെ വാദം. എന്നാൽ ഈ രേഖകളിൽ ഒന്നുപോലും പുറത്തു പോകില്ല, രഹസ്യമായി തന്നെ തുടരുമെന്നാണ് ഇത്തരത്തിൽ ED കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം തുടരുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചെന്നിത്തല ഒരു വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഈ ഒരു കേസിന് ബന്ധമുണ്ടെന്ന്, സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന്, അന്താരാഷ്ട്ര കടത്തുമായി ബന്ധമുണ്ടെന്ന്, 500 കോടിയുടെ ഇടപാട് നടന്നിട്ടുണ്ട്, ഒരു ബിസിനസ്സുകാരൻ തന്നോട് ഇതിന്റെ വെളിപ്പെടുത്തൽ നടത്തി എന്നടക്കം പറയുന്നുണ്ട്. നാളെയും ഇത്തരത്തിൽ ചെന്നിത്തലയുടെ മൊഴിയെടുപ്പ് തുടരുമെന്ന വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. കൂടാതെ തന്നെ പത്മകുമാർ മുൻപേ തന്നെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ആ ജാമ്യ ഹർജി പരിഗണിച്ചിരുന്നില്ല. വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കേസ് ഇപ്പോഴും മുന്നോട്ട് പോകുകയാണ്. ഇത്തരത്തിൽ ജാമ്യം അപേക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ പത്മകുമാർ ഒരു വാദം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ തനിക്ക് മാത്രമല്ല പങ്ക്, മറ്റ് ബോർഡ് അംഗങ്ങൾക്കും ഇതിൽ പങ്കുണ്ട്, അവരുടെ പങ്കും കൂടെ വെളിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോകുക. വിവിധ തരത്തിൽ ഈ മുൻ സെക്രട്ടറിമാരെ അടക്കം ചോദ്യം ചെയ്യുന്ന, അവരടക്കം മുൻപേ തന്നെ ജാമ്യാപേക്ഷ നൽകുന്ന, വിവിധ കോടതികളിൽ ജാമ്യാപേക്ഷ നൽകുന്ന ഒരു സ്ഥിതിഗതികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുൻ സെക്രട്ടറിമാരും മുൻ ബോർഡംഗങ്ങൾ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു കാര്യങ്ങളിലേക്കാണ് സ്ഥിതിഗതികൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ED ഇതിലേക്ക് ഇടപെടുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയിൽ 500 കോടിയിൽ പരം ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലിന് ശേഷമാണ് ഇത്തരത്തിൽ ഇതിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാത്രമല്ല ഇതിന് അന്താരാഷ്ട്ര തലത്തിലൊരു മാനമുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോയത്. ഇപ്പോൾ EDയുടെ എൻട്രി കൂടി വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പണമിടപാടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് ED ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത്. സൈഫുദ്ദീൻ, അമൃത.